السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين به الله أما بعد. عن ابن عباس رضي الله عنهما أن امرأة كانت تلقط القضاء من المسجد فتوفيت فلم يؤذن النبي صلى الله عليه وسلم بدفنها، فقال النبي صلى الله عليه وسلم: إذا مات لكم ميت فآذنوني، فصلى عليها، فقال: إني رأيتها في المسجد في الجنة تلقط القضاء من المسجد. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുകയാണ്, പള്ളിയിൽ അഴുക്കുകൾ അടിച്ചുവാരിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ മരണപ്പെട്ടു. ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചില്ല. അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ മേൽ മയ്യിത്തുസ്കാരം കഴിഞ്ഞ് മറമാടിയ വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർന്ന് അറിയിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഇദാ മാത ലകും മയ്യിത്തുൻ ഫആദിനുനി, നിങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ എന്നെ വിവരമറിയിക്കണം എന്ന് റസൂൽ നിർദ്ദേശിച്ചു. വസല്ല അലൈഹ, ആ സഹോദരിയുടെ മേൽ, ആ സ്ത്രീയുടെ മേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തു, ഖബറിൽ വെച്ചുകൊണ്ട് എന്ന് മറ്റൊരു റിവായത്തിൽ. വഖാല, എന്നിട്ട് പറഞ്ഞു: ഇന്നി റഅയ്തുഹാ ഫിൽ ജന്നതി തൽഖത്തുൽ ഖദാ മിനൽ മസ്ജിദി, അവൾ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് അഴുക്കുകൾ നീക്കം ചെയ്യുന്നതായി എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയും അത്യുന്നതമായ സ്ഥാനത്തേക്ക് ആ സ്ത്രീ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കണ്ണിൽ നിസ്സാരമായവർ അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതരായിരിക്കാം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. വഫഖന അല്ലാഹ്.